ഗുഡ് ഈവനിങ് ഓൾ. എല്ലാവരെയും മില്യൺ ബിസിനസ് ചാനലിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ മാർക്കറ്റ് ന്യൂസ് കിടക്കാം. ഇന്ന് നിഫ്റ്റി നല്ല റാലി കാണാൻ നമുക്ക് സാധിച്ചു. 159 പോയിൻറ്റ്സിൻ്റെ റാലിയാണെന്ന് നിഫ്റ്റി കണ്ടത്. 25,219 നിഫ്റ്റി ക്ലോസ് ആയത്. നിഫ്റ്റി ബാങ്ക് ഇന്ന് 454 പോയിൻറ്റ്സ് ഉയർന്ന് 57,210 ക്ലോസ് ചെയ്തു. നിഫ്റ്റി മിഡ് ക്യാപ്പ് ഇന്ന് 59,307 ക്ലോസ് ചെയ്തപ്പോൾ 203 പോയിൻറ്റ്സിൻ്റെ ഗെയിനാണ് കണ്ടത്. നിഫ്റ്റി സ്മോൾ ക്യാപ്പ് ഇന്ന് വലിയ മാറ്റമൊന്നുമില്ല, ചെറിയ പോയിൻറ്റ്സിൻ്റെ കുറവ് വന്നിട്ടുള്ളൂ. എങ്കിലും ഓൾമോസ്റ്റ് ഇന്നലത്തെ അതേ പോയിൻറ്റ്സിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇന്ത്യ വിക്സ് ഇന്ന് 10.51 ക്ലോസ് ചെയ്തു. സെൻസെക്സ് 82,726 ക്ലോസ് ചെയ്തപ്പോൾ 539 പോയിൻറ്റ്സിൻ്റെ ഗെയിനാണ് കാണാൻ സാധിച്ചത്. ഓൾമോസ്റ്റ് 0.66% റാലി നടത്തി. DIF ആക്ടിവിറ്റി നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് DII 4,358 കോടിയുടെ നെറ്റ് ബയേഴ്സ് ആയപ്പോൾ സെല്ലിംഗ് കണ്ടിന്യൂ ആയി. FII ഇന്നും 4,209 കോടിയുടെ നെറ്റ് സെല്ലേഴ്സ് ആയിരുന്നു. സെക്ടർ വൈസ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് നിഫ്റ്റി FMCG, നിഫ്റ്റി മീഡിയ, നിഫ്റ്റി റിയാലിറ്റി എന്നീ സെക്ടേഴ്സ് റെഡിൽ ക്ലോസ് ചെയ്തപ്പോൾ ബാക്കി സ്ക്രീനിൽ കാണിക്കുന്ന എല്ലാ സെക്ടേഴ്സും ഗ്രീനിലാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി ഓട്ടോ എന്ന് 203 പോയിൻറ്റ്സ് ഉയർന്ന് 24,079 ക്ലോസ് ചെയ്തു. നിഫ്റ്റി എനർജി 36,302 ക്ലോസ് ചെയ്തപ്പോൾ 104 പോയിൻറ്റ്സിന് ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ് 225 പോയിൻറ്റ്സ് ഉയർന്ന് 27,215 ക്ലോസ് ചെയ്തു. നിഫ്റ്റി FMCG 55,710 ക്ലോസ് ചെയ്യുമ്പോൾ 293 പോയിൻറ്റ്സിൻ്റെ കുറവാണ് കണ്ടത്. നിഫ്റ്റി ഹെൽത്ത് കെയർ ഇന്ന് 121 പോയിൻറ്റ്സ് ഉയർന്ന് 14,649 ക്ലോസ് ചെയ്തത്. നിഫ്റ്റി ഇൻഫ്ര 68 പോയിൻറ്റ്സ് ഉയർന്ന് 9209 ക്ലോസ് ചെയ്തു. നിഫ്റ്റി IT 36,951 ക്ലോസ് ചെയ്യുമ്പോൾ 92 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി മീഡിയ 16 പോയിൻറ്റ്സിൻ്റെ കുറവാണെന്ന് കണ്ടത്. 1717 ക്ലോസ് ചെയ്തത്. നിഫ്റ്റി മെറ്റൽ എന്ന 9579 ക്ലോസ് ചെയ്തപ്പോൾ 45 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് 76 പോയിൻറ്റ്സ് ഉയർന്ന് 11,673 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഫാർമ 110 പോയിൻറ്റ്സ് ഉയർന്ന് 22,417 ക്ലോസ് ചെയ്തത്. നിഫ്റ്റി PSU ബാങ്ക് 31 പോയിൻറ്റ്സ് ഉയർന്ന് 7,037 ക്ലോസ് ചെയ്തു. നിഫ്റ്റി റിയാലിറ്റി എന്ന് 25 പോയിൻറ്റ്സിൻ്റെ കുറവാണ് കണ്ടത്. 970 ക്ലോസ് ചെയ്തത്. കമ്പനി പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ 1,313 കമ്പനികൾ ഗ്രീനിൽ ക്ലോസ് ചെയ്തപ്പോൾ 1,336 കമ്പനികൾ റെഡിലാണ് ക്ലോസ് ചെയ്തത്. ടോപ്പ് ഗെയിനേഴ്സ് ആൻഡ് ലൂസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ടാറ്റ മോട്ടോഴ്സ് 2.60% റാലി നടത്തി. ഭാരതി എയർടെൽ 2.20% റാലി നടത്തി. ശ്രീറാം ഫിനാൻസ് 2.16%, അപ്പോളോ ഹോസ്പിറ്റൽ 1.97%, ബജാജ് ഫിനാൻസ് 1.62%, ജിയോഫിൻ 1.35%, ബജാജ് ഓട്ടോ 1.19%, മാരുതി 1.17%, അദാനി എൻ്റർപ്രൈസ് 1.07% ആൻഡ് ബജാജ് ഫിൻസാർ 1.05% റാലിയാണെന്ന് കണ്ടത്. ലൂസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ടാറ്റ കൺസ്യൂമർ 1.92% ഫോളാണ് കണ്ടത്. ഹിന്ദുസ്ഥാൻ യൂണിലിവർ 0.92% കുറവ് കണ്ടു. ഇൻഫി 0.76% കുറവ് കണ്ടു. ഗ്രാസിം 0.70%, ബെൽ 0.62%, അൾട്രാസിംകോ 0.59%, ടാറ്റ സ്റ്റീൽ 0.33%, ONGC 0.25%, ITC 0.24%, ടെക്കം 0.19% ഫോളാണ് കണ്ടത്. ഇതൊരു ബയോസിലെ റെക്കമെൻഡേഷൻ അല്ല, ജസ്റ്റ് ഇൻഫർമേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഈ ന്യൂസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിഫ്റ്റിയുടെ ലാസ്റ്റ് 12 മന്ത്സ് മൂവ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ജൂണിൽ 24,951 ക്ലോസ് ചെയ്ത നിഫ്റ്റി ഇന്ന് 25,219 നിൽക്കുമ്പോൾ 1.08% പ്രോഫിറ്റാണ് കാണാൻ സാധിക്കുന്നത്. നിഫ്റ്റി 50 ഈ വർഷത്തെ മൂവ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ ജനുവരി 1 23,742 സ്റ്റാർട്ട് ചെയ്ത നിഫ്റ്റി ഇന്ന് 25,219 നിൽക്കുമ്പോൾ 6.22% പ്രോഫിറ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ആഴ്ച നിഫ്റ്റിയുടെ മൂവ്മെൻറ്റ് 1.01% പ്രോഫിറ്റാണ് കാണാൻ സാധിക്കുന്നത്. ഈ ആഴ്ച നിഫ്റ്റിയുടെ മൂവ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ മൺഡേ 25,090 ക്ലോസ് ചെയ്തു. ട്യൂസ്ഡേ 25,060 ക്ലോസ് ചെയ്തു. ഇന്ന് വെനസ്ഡേ 25,219 ക്ലോസ് ചെയ്തത്. ഇതാണ് പ്രധാനപ്പെട്ട ന്യൂസ് അപ്ഡേറ്റ്സ്. അടുത്ത ന്യൂസ് അപ്ഡേറ്റ്സുമായി നാളെ കാണാം. സബ്സ്ക്രൈബ്, ലൈക്ക്, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സി യു, ബൈ ഓൾ.